എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 7-ാം തീയതി വരെയാണ് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ LBS നഴ്സിംഗ് എന്ന് പറയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാവും. LBS നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു LBS സെൻ്ററാണ് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അതുകൊണ്ട് മാത്രമാണ് LBS നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷയാണ് LBS സെൻറ്റർ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ lbscenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിവിധ കോഴ്സുകളുണ്ട്. അതായത് BSc നഴ്സിംഗ് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുമുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് LBS സെൻറ്ററിലെ ആ ഒരു നേരത്തെ പറഞ്ഞുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ആകുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് ഫീ പേയ്മെൻറ്റ് ചെയ്യണം. ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ SC BC അതുപോലെ തന്നെ ജനറൽ വിഭാഗക്കാർക്ക് 800 രൂപയും SC ST വിഭാഗക്കാർക്ക് 400 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീട് ആ ഒരു സ്റ്റെപ്പ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഫീ പേയ്മെൻറ്റ് ഒന്നുകിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ബാങ്ക് വഴി ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്ത് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് വിവിധ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കുക. +2 സയൻസ് ഗ്രൂപ്പാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ BA SLP കോഴ്സ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജിക്ക് പകരം മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലെ വിവിധ കോഴ്സുകൾ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതുപോലെ വിവിധ സബ്ജക്റ്റുകൾ ഈ ഒരു ബയോളജിക്ക് പകരമായിട്ട് പറയുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവിധ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രസ് റിലീസിൽ തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ നാഷണാലിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്, അത് കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ജനിച്ച സ്ഥലം കേരളത്തിലുള്ളതാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസർവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ, അത് SC ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OBC അതുപോലെ തന്നെ SC BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അത് ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ വിവിധ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു റിസർവേഷൻസിനായിട്ട് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. ഇനി ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ +2 റിസൾട്ടിൻ്റെ പ്രിൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ +2 റിസൾട്ട് വന്ന ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മുമ്പ് +2 പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോഴ്സുകൾ ഉള്ളത് എന്ന് നോക്കാം. BSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതായത് BSc MLT കോഴ്സാണ്. അതുപോലെ തന്നെ BPT, അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ BCVT, അതായത് ബാച്ചിലർ ഓഫ് കാർഡിയോ വസ്കുലർ ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, അതായത് BA SLP കോഴ്സ്, അതുപോലെ BSc ഒപ്റ്റോമെട്രി, അത് BSc ഒപ്റ്റോമെട്രി തന്നെയാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി BOT, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, അതുപോലെ BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, അതുപോലെ തന്നെ
പ്രോസ്റ്ററ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് BPO, അതുപോലെ BSc മെഡിക്കൽ ബയോകെമിസ്ട്രി, ഇത്രയും കോഴ്സുകളാണുള്ളത്. അതായത് ടോട്ടൽ 15 കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് BSc നഴ്സിംഗ് കോഴ്സിന് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 24,500 രൂപയാണ് ഫീസ് ഇനത്തിൽ വരിക. അതായത് വാർഷിക ഫീസ് വരിക. സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1,20,000 ആണ് വരിക. അതായത് 1,20,000 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഗവൺമെൻറ് കോളേജിലും അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അതായത് CAP, അതുപോലെ തന്നെ CPAS ഇതുപോലുള്ളവയിൽ നിങ്ങൾക്ക് SC ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് വരുള്ളൂ. അതുപോലെ തന്നെ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ട ആ ഒരു സെയിം ഫീസ് വരുന്നതായിരിക്കും. ഈ ഒരു ഫീസ് മുഴുവൻ നിങ്ങൾ അഡ്മിഷൻ സമയത്താണ് നൽകേണ്ടി വരിക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഘട്ടമായിട്ട് അതായത് ഗഡുക്കളായിട്ട് അടക്കാനുള്ള അവസരം കിട്ടത്തില്ല. അഡ്മിഷൻ സമയത്ത് തന്നെ മുഴുവൻ ഫീസും അടക്കാനായിട്ട് കോളേജ് പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും കോളേജുകളും നിങ്ങൾ ഓപ്ഷൻ നൽകി അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് വളരെയധികം മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കേരളത്തിന് പുറത്തുള്ള നല്ലൊരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോളേജിൽ പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഡൊണേഷൻ കൊടുത്ത് ചേരാൻ പറ്റുന്ന ചില നഴ്സിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, LBS വഴി നിങ്ങൾക്ക് എല്ലാ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് AIMS SFNCK, PNC MAC ഇതുപോലുള്ള വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും BSc നഴ്സിംഗ് കോഴ്സിനും അതിന് മറ്റ് കോഴ്സുകൾക്കൊന്നും LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. കാരണം നിങ്ങളുടെ മാർക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നുകിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തോ മറ്റോ നല്ലൊരു കോളേജ്, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് അഡ്മിഷൻ നേടാം. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ നഴ്സിംഗിന് അഡ്മിഷൻ നേടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചില ഏജൻറ്റ് വഴിയൊക്കെ നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ചില കോളേജ് ചിലപ്പോൾ അംഗീകാരമോ മറ്റോ ഇല്ലാതെ കോളേജുകൾ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റ് മുഖാന്തരം നിങ്ങൾ പൈസ കൊടുത്തിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഉള്ള ശ്രമം ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്ത് അംഗീകാരമില്ലാത്ത കോളേജും അതുപോലെ തന്നെ നഴ്സിംഗിൻ്റെ നഴ്സിംഗിന് അതായത് നഴ്സിംഗ് കോളേജ് ഓരോ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലായിട്ടാണ് വരിക. അങ്ങനെ ചില നഴ്സിംഗ് കോളേജുകൾക്ക് അതായത് നഴ്സിംഗ് കോളേജുകൾക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അംഗീകാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടി കൃത്യമായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവ്ഡ് ഉള്ള കോളേജുകളാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കേരളത്തിന് പുറത്ത് പല വിദ്യാർത്ഥികളും ഡൊണേഷൻസ് അല്ലെങ്കിൽ ഏജൻറ്റ് മുഖാന്തരമൊക്കെ നഴ്സിംഗിന് പോയിട്ട് പറ്റിക്കപ്പെട്ടതായിട്ടൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കേരളത്തിന് പുറത്താണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ നേടുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതായത് കോളേജിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതും അതുപോലെ അംഗീകാരമുള്ളൊരു കോളേജാണോ, കോളേജിൻ്റെ സ്വന്തമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾ സെൽഫ് ഫിനാൻസിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8-8.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ചിലവ് വരും. എന്നാൽ ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.